അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ നെക്കിലാണ്, റൗണ്ട് നെക്കിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും ഫ്രിഞ്ച് നോട്ടും പേൾസും മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാനുള്ള റൗണ്ട്സൊക്കെ ഞാൻ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ഫ്ലവേഴ്സാണ്. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. പിന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡുകൾ ഇത് രണ്ടുമാണ്. ഒരു യെല്ലോയും പീക്കോക്ക് ബ്ലൂവും കൂടെ വരുന്ന 2 കളേഴ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ബുള്ളിയൻ നോട്ടിൻ്റെ സ്റ്റിച്ച് പോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം നമുക്കിതിന് കുറച്ച് ഈ ഫ്ലവറിന് കുറച്ച് വീതി കിട്ടണമെങ്കിൽ നമ്മളിത് 2 നീഡിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സൂചി കോർത്ത നീഡിൽ ഒന്നും ഇങ്ങനെ കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് അതിനടുത്തായിട്ടൊരു സൂചിയും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഈ ത്രെഡ് ഒന്നിങ്ങനെ ചുരുട്ടി ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ സ്റ്റിച്ച് വരുമ്പോൾ അതിങ്ങനെ പൊന്തിയിരിക്കും, പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമുക്കൊരു 20ഓ 22ഓ ആ ഒരു റേഞ്ചിലുള്ള അത്രയും ചുറ്റും നമുക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന നീഡിൽ ഊരിയെടുക്കുക. ദെൻ ഇത് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അതിനുശേഷം ഈ സൈഡിലായിട്ട് നമുക്കിതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി നിൽക്കും. ഇങ്ങനത്തെ ഓരോ 3 സെറ്റുള്ള ഫ്ലവേഴ്സാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പീക്കോ ഗ്രീൻ ത്രെഡ് ഇട്ട് ഒരെണ്ണം മാത്രം വരുന്നതും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് പീക്കോ ഗ്രീൻ കളറിലുള്ള ത്രെഡ് ഇട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. 6 സ്റ്റാൻഡ്സിൽ തന്നെയാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫ്ലവർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഡിസൈനിൽ കാണുന്നത് പോലെ യെല്ലോയുടെ 3 എണ്ണം വരുന്ന ഒരു സെറ്റും പിന്നെ പീക്കോ ഗ്രീനിൻ്റെ ഒരു ഫ്ലവറും മാത്രമാണ് നമ്മൾ ഈ ഡിസൈനിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ ഇനി ഇതിൽ കുറച്ച് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്യുന്നുണ്ട്. ഫ്ലവർ ചെയ്തിരിക്കുന്ന സെയിം കളറിൽ തന്നെയാണ് ഞാൻ ഫ്രഞ്ച് നോട്ടും ചെയ്യുന്നത്. യെല്ലോയും പീക്കോ ഗ്രീനുമാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിതിൽ ഡിസൈൻ ചെയ്യുന്നത് നെക്കിന് ഒരുപാട് തിക്കായിട്ട് ചെയ്യുന്നില്ല. നെക്ക് ലൈൻ വരച്ചിരിക്കുന്ന ആ ബോർഡറിൽ കൂടെ ജസ്റ്റ് ഗ്യാപ്പിട്ടിട്ടാണ് ഓരോ ഓൾട്ടർനേറ്റീവായിട്ട് ഓരോ കളർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ചെറിയ സിമ്പിളായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ, തിക്കായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ടെല്ലാം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. 2 കളർ ഇട്ടിട്ടാണ് ഞാനതിൽ ചെയ്തിരിക്കുന്നത്. ഫ്ലവർ ചെയ്തിരിക്കുന്ന സെയിം ത്രെഡ് ഇട്ടിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ചുമ്മാ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പേൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഗോൾഡനും പീക്കോക്ക് ബ്ലൂവും കൂടെ കളർ വരുന്ന പേൾസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയും ബോട്ടം ഇതാണ്. ദുപ്പട്ട വരുന്നത് ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ ഒരു ലൈൻസ് വരുന്ന ഷെയ്ഡാണുള്ളത്. ചെറിയൊരു ജെറി ബോർഡർ ഉണ്ട് അതിൽ. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ സെയിം ഇതിന് മാച്ച് വരുന്ന കളറ് കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റും അറിയിക്കണം.